ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാറ്റ്സ് കിച്ചൺ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ക്രാബ് ഫ്രൈ അഥവാ ഞണ്ട് ഫ്രൈ ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ഞണ്ട് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പാത്രം മൂടി വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളുടെ ഞണ്ട് ഫ്രൈ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈങ് പാൻ എടുത്ത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി അത്യാവശ്യം നമ്മൾ വലുപ്പത്തിൽ വേണം കട്ട് ചെയ്യാൻ. ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് മസാലയൊക്കെ വഴഞ്ഞ് വന്ന് ഞണ്ടൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ മസാല തീരെ കാണത്തില്ല. വഴഞ്ഞ് വന്ന് ഞണ്ടിൻ്റെ ഒപ്പം ഇടുമ്പോൾ നമ്മൾ മസാലയൊക്കെ നമുക്ക് കൂട്ടാനായിട്ട് കുറച്ച് മസാല വേണ്ടേ, അപ്പോൾ അത്ര ഒന്നും ഉണ്ടാവില്ല. അതിന് നല്ലത് അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്യുന്നതാണ്. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മുളകും തക്കാളിയൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് കശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് ഇറച്ചി മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വേണമെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവും ഇതെന്താണ് എപ്പോഴും ഇറച്ചി മസാല ഇടുന്നത് ഫ്രൈകളിൽ നിന്ന്. ഇറച്ചി മസാല ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോഴാണ് അത് കറക്റ്റ് മനസ്സിലാവുക. എൻ്റെ ഒരു സീക്രട്ട് സൈഡാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇറച്ചി മസാല ഫ്രൈകളിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് അതിലേക്ക് നമ്മൾ ഞണ്ട് വേവിച്ച് വെച്ചിരുന്ന ആ വെള്ളം ഉണ്ടാവില്ലേ, ബാക്കി വെള്ളം, ആ വെള്ളം ഒരു 2-3 ടേബിൾ സ്പൂണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് വരും. കാരണം ഞണ്ട് നല്ലോണം വെന്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വെള്ളം ഉണ്ടാവില്ലേ, ഞണ്ടിൻ്റെ ഉള്ളിലുള്ള വെള്ളം, അത് നമ്മളിതിലേക്ക് നല്ലോണം അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വരും ഇത്. ഇനി നമുക്ക് ഉപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ ഈ ഒരു സമയത്ത് നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെന്നില്ലാന്നെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും മുറിച്ചിട്ടിട്ട് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഞണ്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഞണ്ട് കറിയാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഇതിൽ വേണ്ടി വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.